പ്രിയ സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ കഥയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് ഷഹാന. കോഴിക്കോടാണ് വീട്. എന്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ ഉപ്പ, ഉമ്മ, ഒരു ഇത്ത. ഇത്തയുടെ കല്യാണം കഴിഞ്ഞ മാസമാണ് നടന്നത്. തൊട്ടടുത്തേക്ക് തന്നെയാണ് കെട്ടിച്ചു വിട്ടത്. ഇത്ത എന്റെ പോലെ അത്ര ഭംഗിയൊന്നുമല്ല. കുറച്ച് നിറം കുറവാണ്. ഇരുനിറമാണെന്ന് പറയാം. ഉമ്മയുടെ നിറമാണ് ഇത്തായ്ക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉപ്പയുടെ നിറമാണ്. ഉപ്പയാണെങ്കിൽ നല്ല വെളുത്തിട്ട് നല്ല സുന്ദരനാണ്. ഉപ്പയ്ക്ക് 46 വയസ്സായി. എങ്കിലും ഇപ്പോഴും നല്ല ശരീരം നോക്കും. ഇത്തയെ കെട്ടിച്ചയച്ചതിന് ശേഷം വീട്ടിൽ ഞങ്ങളാകെ ചടപ്പിലായിരുന്നു. ഉപ്പയ്ക്കാണെങ്കിൽ ബിസിനസ്സാണ്. എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ടൈൽസിന്റെ ബിസിനസ്സാണ്. ഇനി എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 18 വയസ്സ് കഴിഞ്ഞു. +2 കഴിഞ്ഞ് കോളേജ് അഡ്മിഷനൊക്കെ പൂർത്തീകരിച്ച് നിൽക്കുകയാണ്. കോളേജ് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. നല്ല വെളുത്ത നിറമാണ്, ഉപ്പയുടെ കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് രസമായി. പിന്നെ ഞാൻ അത്യാവശ്യം നല്ല തടിയുമുണ്ട്. ഉപ്പയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഉപ്പയ്ക്കും ഇളയ മോളായതുകൊണ്ട് നല്ല രീതിയിൽ കൊഞ്ചിക്കും. അങ്ങനെ ഒരു ദിവസം കോളേജ് അഡ്മിഷന്റെ കാര്യത്തിന് തീരുമാനമായി. ഉപ്പ അഡ്മിഷൻ കിട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നഴ്സിംഗിനാണ്. ഞാൻ പോവട്ടെ? അവിടെ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, ഞാൻ പറഞ്ഞു. അപ്പൊ ഉമ്മ പേടിച്ചിട്ട് പറയുകയാണ്, അയ്യോ, തിരുവനന്തപുരമോ? അതെന്താടി, തിരുവനന്തപുരം അത്ര മോശമാണോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ളതല്ലേ, ഉപ്പ പറഞ്ഞു. പക്ഷേ മോളെ, നീ പഠിക്കും എന്ന് വാപ്പായ്ക്കറിയാം. അവിടെ പോയാൽ ഒരുവിധം പേരുടെ സ്വഭാവമൊക്കെ മാറും. അതാ ഉപ്പയുടെ പേടി. അതെന്താ ഉപ്പ, മനസ്സിലായില്ലല്ലോ? അത് മോളെ, പൊതുവെ പുറത്തു പോയി പഠിക്കാൻ തുടങ്ങിയാൽ വീട്ടുകാരോടുള്ള അറ്റാച്ച്മെന്റ് കുറയും. അത് മാത്രമാ ഉപ്പയുടെ പേടി, ഉപ്പ പറഞ്ഞു. ഉപ്പയ്ക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെ ആവുമെന്ന്? ഞാൻ അങ്ങനെയൊന്നും മാറില്ല ഉപ്പ, ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മോളെ. നിനക്ക് 18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാ. മോൾ അഡ്മിഷൻ എടുക്ക്. ഇക്ക, അത് വേണോ? ഉടനെ ഉമ്മ കയറി ചോദിച്ചു. പേടിക്കണ്ടടി, ഞാൻ ഇടയ്ക്കിടെ അവിടെ പോകുന്നതല്ലേ. ഞാൻ നോക്കിക്കോളാം എന്റെ മോളെ. അല്ലേലും എന്റെ ഉപ്പയാണ് ഉപ്പ എന്ന് പറഞ്ഞ് ഒരു ഉമ്മ കൊടുത്തു. സന്തോഷം കണ്ട് ഒരു ഉമ്മ കൂടി കൊടുത്തു. ഉമ്മയുടെ അടുത്ത് കൊഞ്ഞണവും കുത്തിക്കൊണ്ട് ഞാൻ ഓടി. അപ്പൊ ഉമ്മ പറഞ്ഞു, ഈ പെണ്ണിന്റെ ഒരു കാര്യം, കുഞ്ഞായ കുട്ടി തന്നെ, 18 പറഞ്ഞറിയിക്കണം. കൊഞ്ഞണം കുത്താൻ നടക്കുന്നു. ഞാനല്ലേലും നിങ്ങളുടെ ഇളയ കുട്ടിയല്ലേ ഉമ്മ. മോളെ, ഡ്രസ്സ് എടുക്കണോ നിനക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ? ഉമ്മ ഉടനെ ചോദിച്ചു. ആ, പറഞ്ഞ പോലെ അത് വേണ്ടേടി. മോളെ, കുറെ സാധനങ്ങൾ വാങ്ങാനില്ലേ, ഉപ്പ പറഞ്ഞു. ആ, എടുക്കണം ഉപ്പ. ഇക്കാര്യത്തിൽ മാത്രമായിരുന്നു എനിക്ക് ദേഷ്യം. ശരീരം ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് ഉപ്പയും ഉമ്മയും സമ്മതിക്കുള്ളൂ. ചുരിദാർ മാത്രം, അല്ലേ പറുത. ജീൻസ്, ടീഷർട്ടൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണെങ്കിലും ഫ്രണ്ട്സ് ഇടുന്നത് നോക്കി നിൽക്കും. ഉപ്പയോടും ഈ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് ദേഷ്യം. മാന്യമായി ഡ്രസ് ധരിക്കുന്നവരാണ് നല്ലതെന്നൊക്കെയാണ് ഉപ്പ പറയുന്നത്. ഉപ്പ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഉപ്പയ്ക്ക് എന്നെ വലിയ ഇഷ്ടമാ, ഇളയതായതുകൊണ്ട് തന്നെ. ജോലിയൊക്കെ കഴിഞ്ഞു വന്നാൽ പലഹാരമൊക്കെ കൊണ്ടുവന്ന് ഇത്ത ഉണ്ടെങ്കിലും എന്റെ കയ്യിലാണ് തരിക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഥ പറഞ്ഞു തരും. ഉപ്പ ചോറ് വാരിത്തരും. പിന്നെ എപ്പോഴും ഉപ്പയ്ക്ക് എന്നെ മടിയിലിരുത്തണം. എന്നും രാത്രി ഉപ്പയാണ് വാരിത്തരാറ്. അപ്പോൾ ഞാൻ മടിയിലിരിക്കും. അങ്ങനെ ഇരിക്കെ ഇത്താത്ത ഗർഭിണിയായി. അത് വീട്ടിൽ നല്ല സന്തോഷം തരുന്ന കാര്യമായിരുന്നു. ഞാനും ഉമ്മയും ഉപ്പയും കൂടെ കുറെ സാധനങ്ങൾ വാങ്ങി ഇത്തായുടെ അടുത്ത് പോയി. അവളെ കണ്ട് നല്ല സന്തോഷമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഉമ്മയ്ക്ക് അവളെ കാണണമെന്ന് പറഞ്ഞ് ബഹളമായി. അങ്ങനെ ഉപ്പ പറഞ്ഞ്, ഒരു കാര്യം ചെയ്, 2 ദിവസം നീ അവിടെ പോയി നില്ലേ. ഉമ്മയ്ക്ക് സന്തോഷമായി. ഞാനും പൊയ്ക്കോട്ടെ ഉപ്പ, ഞാൻ ചോദിച്ചു. ആ, അതിനെന്താ, മോളും കൂടെ പൊയ്ക്കോ ഉമ്മയുടെ കൂടെ, ഉപ്പ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എന്റെ അഡ്മിഷന്റെ കാര്യം വന്നത്. അങ്ങനെ എന്റെ പോക്ക് മുടങ്ങി. ഉമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. അന്ന് ഇന്റർനെറ്റ് കഫയിലൊക്കെ പോയി അതൊക്കെ റെഡിയാക്കി. എന്റെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു ഒപ്പം. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീട് പൂട്ടിയിട്ട് താക്കോൽ സ്ഥിരം വെക്കുന്ന സ്ഥലത്ത് വെച്ചു. ഹാളിന്റെ ജനൽ സൈഡിലാണ് താക്കോൽ വെക്കുന്നത്. അതാവുമ്പോ ഉപ്പ വന്നാൽ നേരെ എടുക്കാമല്ലോ തുറക്കാൻ.
റൂമിൽ പോയി ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് കുളിച്ചു. ഈ സമയമാണ് ഉപ്പ വന്ന് വാതിൽ തുറന്നകത്ത് കയറിയത്. ഞാൻ ഇവിടെ ഉണ്ടോ എന്നറിയാൻ ഉപ്പ എന്നെ കുറെ വിളിച്ചു. ഞാനാണേൽ കുളിക്കുകയായതുകൊണ്ട് അത് കേട്ടതുമില്ല. അങ്ങനെ ഉപ്പ എന്റെ റൂമിലെത്തി. റൂമിൽ കയറിയപ്പോ ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. ഞാനും ഉപ്പയും കണ്ണോട് കണ്ണു കണ്ടു. ഞാനൊരു ചെറിയ ടർക്കിയാണ് എടുത്തിരുന്നത്. എനിക്ക് എന്തോ പോലായി. ഞാൻ കൈകൊണ്ട് മറച്ചു. ഉപ്പയും എന്തോ പോലായി പുറത്തോട്ടിറങ്ങി പെട്ടെന്ന്. എന്നിട്ട് ക്ഷമിക്കണം മോളെ, ഞാൻ അറിഞ്ഞിരുന്നില്ല മോള് കുളിക്കുകയായിരുന്നു എന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. എനിക്കൊരു തരിപ്പ് കയറി. ഞാൻ ചിന്തിച്ചു, എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ? അന്നാകെ എന്തോ പോലെയായി. കുളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തോട്ട് വന്നു. ഞാൻ ഉപ്പയുടെ മുഖത്ത് നോക്കിയില്ല. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാറായി. പതിവ് പോലെ ഉപ്പ ഭക്ഷണം എടുത്ത് വാരിത്തരാൻ. ഞാൻ ഉപ്പയുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞു, ഞാൻ കഴിച്ചോളാം, ഉപ്പ തരണ്ട. അതെന്താ മോളെ, ഞാനല്ലേ നിനക്കെന്നും വാരിത്തരാറ്? ഉപ്പ ചോദിച്ചു. ഇന്നത്തെ സംഭവമാണോ? അത് ഞാൻ അറിയാതെ പറ്റിയതാ. ഞാൻ വേണോന്ന് വിചാരിച്ചിട്ടല്ല, മോള് ക്ഷമിക്ക്, ഞാൻ കഴിച്ചോളാം പറഞ്ഞ് പാത്രം വാങ്ങി അടുക്കളയിൽ പോയി കഴിച്ചു. എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഒരു ഉപ്പ എന്നെ അങ്ങനെ കണ്ടിട്ട് എന്റെ മാനസികാവസ്ഥ. അന്ന് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റ് പുറത്തേക്ക് വന്നപ്പോ അവിടെ ഉപ്പ നിൽക്കുന്നു. മോൾക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉപ്പ ചോദിച്ചു. ഇല്ലുപ്പ, ഉപ്പ അറിയാതെ വന്നതല്ലേ. പക്ഷെ എനിക്കെന്തോ അത് നടന്നതിന് ശേഷം ഉപ്പായെ അങ്ങോട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ എന്റെ മുഖത്തേക്ക് നോക്ക്. ഞാൻ എന്റെ ഉപ്പയാ. നിനക്ക് 18 വയസ്സേ ഉള്ളൂ. എനിക്കിപ്പോഴും നീ കുഞ്ഞു കുട്ടിയാ, എന്റെ കുഞ്ഞിപ്പെണ്ണ്. ഇങ്ങി വാ എന്ന് പറഞ്ഞ് ഉപ്പ എന്നെ ആശ്വസിപ്പിച്ചു. ഉപ്പയുടെ മുഖത്ത് എന്നെ കൊണ്ട് നോക്കിപ്പിച്ചു. ഞാൻ ചിരിച്ചു. മോള് വാ, വാപ്പ ബിരിയാണി വാങ്ങിയിട്ടുണ്ട്, എന്റെ മോൾക്ക് വാപ്പ വാരിത്തരാം. അങ്ങനെ ഹാളിൽ പോയി ഉപ്പ ബിരിയാണി പാത്രത്തിലേക്ക് എടുത്തിട്ടു. ബാ, ഉപ്പാടെ മടിയിലിരിക്കെ. ഞാൻ മനസ്സില്ലാ മനസ്സോടെ ബാപ്പായുടെ മടിയിൽ ചെന്നിരുന്നു. ഉപ്പ ബിരിയാണി വാരിത്തന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ ആയിരുന്നില്ല. ബാപ്പായുടെ മടിയിൽ എന്തോ ഒരു കനം. ഞാൻ ഇരിക്കുമ്പോൾ മുൻപൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. എന്താണതെന്നും എന്തുകൊണ്ടാണ് മുൻപില്ലാതെ ഇപ്പോ ഇങ്ങനെ ആവുന്നതെന്നും എനിക്ക് മനസ്സിലായി. ഉപ്പയ്ക്ക് വിഷമോ ആവുമെന്ന് വിചാരിച്ച് ഞാൻ എണീറ്റില്ല. പിന്നീടൊക്കെ ഇത് അനുഭവപ്പെട്ടു. അപ്പോൾ മുതൽ ഉപ്പയുടെ നോട്ടത്തിലൊക്കെ എന്തോ ഒരു മാറ്റം വന്നു തുടങ്ങി. അങ്ങനെ ഉമ്മയൊക്കെ വന്നു. അങ്ങനെ കുറച്ചു ദിവസമായിട്ട് ഉപ്പയുടെ മടിയിലിരുത്തവും ഒക്കെ എന്തോ പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, എനിക്കിതൊക്കെ മനസ്സിലാവും. അന്നത്തെ സംഭവത്തിന് ശേഷം ഉപ്പ ആകെ മാറി. എനിക്കാണേൽ എന്തോ പോലെയാ. 18 വയസ്സായ പെണ്ണിന് ഇതൊക്കെ മനസ്സിലാകും. അത് മോളെ, ഉപ്പയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ പറ്റുന്നുള്ളൂ. എനിക്കറിയില്ല. ഞാൻ എത്ര മാറാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. വേണ്ട ഉപ്പ, ഇതൊന്നും വേണ്ട. ഇന്ന് തന്നെ ഉമ്മ വന്നപ്പോ കണ്ടില്ലേ, എനിക്ക് പേടിയാ. എനിക്ക് എന്റെ പഴയ ഉപ്പായെ മതി, ഞാൻ പറഞ്ഞു. അത് കേട്ട് ഉപ്പ പറഞ്ഞു, അത് ഉമ്മ പെട്ടെന്ന് വന്നതുകൊണ്ടല്ലേ. വേണ്ട, എന്തായാലും വേണ്ട, ശരിയാവില്ല ഉപ്പ. ഓ ചെല്ല്. ഞാൻ പെട്ടെന്ന് പോയി ഉപ്പായെ പുറത്തിറക്കി റൂം അടച്ചു. ഞാനും എന്തോ അത് ഇഷ്ടപ്പെട്ടു പോവുകയായി എന്ന തോന്നലിലാണ് അന്ന് അങ്ങനെ ചെയ്തത്. ഇനി തുടർന്നാൽ ചിലപ്പോൾ ഉപ്പയ്ക്ക് ഞാൻ വഴങ്ങി കൊടുക്കേണ്ടി വരും. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ഉപ്പ വാരിത്തരാൻ വിളിച്ചപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ വാരി തിന്നോളാമെന്ന്. ഒരിക്കൽ ഉപ്പ വർക്കിന് പോയപ്പോ ഉമ്മ എൻ്റെ അടുത്ത് വന്നു. മോളെ, ഉപ്പായ്ക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്. ഞാനാണെങ്കിൽ ചോദിച്ചിട്ടൊട്ടും പറയുന്നുമില്ല. എന്തു പറ്റിയെന്നറിയില്ല. പൈസയുടെ എന്തോ പ്രശ്നമാണെന്ന് തോന്നുന്നു. എനിക്കൊരു സുഖമില്ലടി ഉപ്പ ഇങ്ങനെയായിട്ട്. എന്താ ഇപ്പൊ പറയുക? ഞാൻ പറഞ്ഞു. അറിയില്ല മോളെ, ഭക്ഷണം കഴിക്കുന്നില്ല, ഒരു സന്തോഷവുമില്ല. നീ ശ്രദ്ധിച്ചില്ലേ? നിനക്കിപ്പോ വാരിത്തരാറില്ലല്ലോ ചോറ്. ഒന്നും ചെയ്യുന്നില്ല. ഒരു ദിവസം രാത്രി കണ്ണു നിറഞ്ഞിരിക്കുന്നത് കണ്ടു. ഞാൻ കാരണമാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ 3 ആഴ്ചയായി ഉപ്പായോട് മിണ്ടിയിട്ട്. എനിക്ക് എന്നോട് തന്നെ എന്തോ ദേഷ്യം തോന്നി. വാരിത്തരാത്തത് കാരണം ഞാൻ കാരണമാണെന്ന് ഉമ്മയ്ക്കും അറിയില്ല. ആ ഉമ്മ ഞാൻ ഇന്നലെ കൂടി വാരിത്തരാൻ പറഞ്ഞപ്പോ വയ്യ, മോള് കഴിച്ചോ എന്നാ ഉപ്പ പറഞ്ഞത്. കുറ്റബോധമായിരുന്നു എനിക്ക്. എങ്ങനെയും ഇതൊന്ന് തീരുമാനമാക്കണമല്ലോ എന്ന്. ഉമ്മ അടുക്കളയിൽ പോയപ്പോ ഞാൻ ഉപ്പായെ വിളിക്കാൻ തീരുമാനിച്ചു. ഉമ്മ ഫോണിഞ്ഞോട്ടുതാ, ഞാൻ ഉപ്പാനെ വിളിച്ച് സംസാരിക്കാം. മോളെ, ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നൊന്നും പറയല്ലേ,
എന്നെ വെച്ചേക്കില്ല. മേലെ റൂമിൽ പോയി ഞാൻ വിളിച്ചു ഉപ്പായെ. ആ, എന്താടി ഈ നേരത്ത്? ഞാനാ ഉപ്പ, ഷഹാനയാ. ഉപ്പ മിണ്ടാതായി. ഉപ്പ എന്താ ഇങ്ങനെ മിണ്ടാത്തെ? എനിക്ക് ഉപ്പാടെ അടുത്ത് നിന്ന് ഒന്ന് സംസാരിക്കണം ഒറ്റയ്ക്ക്. അത് മോള് ജംഗ്ഷനിലേക്ക് വാ. ഉമ്മയോട് കൂട്ടുകാരിയെ കാണാനാണെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ചോദിച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറ. അങ്ങനെ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ട് ജംഗ്ഷനിൽ വാപ്പായുടെ അടുത്തെത്തി. എന്താ മോളെ പറ. ഞാൻ എന്തു പറയാനാ ഉപ്പ? ഉപ്പ പണ്ടത്തെ പോലെ ആവണം, ഉഷാറാവണം ഉപ്പ. അന്ന് അങ്ങനെയൊക്കെ ചെയ്തപ്പോ സത്യം പറയാലോ, എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. എന്റെ പ്രായത്തിന്റെ ആവും. അതാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ക്ഷമിക്കുപ്പ. നമുക്ക് പണ്ടത്തെ പോലെ ആവാം. ഉമ്മയ്ക്ക് എന്തൊക്കെയോ പ്രശ്നം വാപ്പയ്ക്കുണ്ടെന്നാ തോന്നൽ. മോൾ എന്നോട് ക്ഷമിക്ക്. എനിക്കും അറിയില്ല എങ്ങനെ ഇത് ശരിയാക്കണമെന്ന്. ഉപ്പ ശ്രമിക്കാം. മോള് ചെല്ല്. എനിക്കാകെ വിഷമമായി. ഞാൻ കാരണം ഉപ്പ ഇങ്ങനെ. ഒരു കണക്കിന് ഞാനും ഉത്തരവാദിയാണ്. ഞാൻ ആദ്യമേ ഒഴിഞ്ഞു മാറേണ്ടതായിരുന്നു. ഉപ്പയെ എങ്ങനെങ്കിലും പണ്ടത്തെ പോലെ ആക്കണം. അങ്ങനെ രാത്രി ഭക്ഷണം കഴിക്കാറായി ടേബിളിൽ ഇരുന്നിട്ട് ആയിരുന്നു. വാരിത്തരാതെ ആയപ്പോ എല്ലാവരും ടേബിളിലിരുന്നായി ഭക്ഷണം കഴിക്കും. ഉപ്പയും ഉമ്മയും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഷഹാന, ഈ ഇങ്ങോട്ട് വായോ, കഴിക്കാറായി, ഉമ്മ വിളിച്ചു പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കിയപ്പോ ഉപ്പ പണ്ടത്തെ പോലെ തന്നെ തല താഴ്ത്തിയിരിക്കുന്നു. ഉമ്മ പ്ലേറ്റ് എടുത്ത് തന്നപ്പോ ഞാൻ പറഞ്ഞു, വേണ്ട ഉമ്മ, ഉപ്പ വാരി തന്നാൽ മതി. പറഞ്ഞിട്ട് ഉപ്പാടെ മടിയിൽ കയറിയിരുന്നു. ഉപ്പ ആകെ ഞെട്ടി. ആ, നടന്നു തന്നെ. ഉപ്പയ്ക്ക് ഇപ്പോൾ ആ ഓർമ്മയൊന്നും ഇല്ല മോളെ, ഉമ്മ പറഞ്ഞു. മോൾ ഒറ്റയ്ക്ക് കഴിക്ക്. ഉപ്പ തന്നില്ലേൽ ഞാൻ ഇന്ന് കഴിക്കില്ല. അവസാനം ഉപ്പ തരാമെന്ന് പറഞ്ഞു. ഉപ്പാടെ മുഖത്തൊരു ചെറിയ സന്തോഷവും വന്നു. അത് കണ്ടപ്പോ ഉമ്മയ്ക്ക്. അങ്ങനെ ഉപ്പ വാരിത്തരാൻ തുടങ്ങി. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോ എന്റെ ബാക്കിൽ എന്തോ ഒന്ന് തട്ടി. എനിക്ക് കാര്യം മനസ്സിലായി. എനിക്ക് സഹിക്കാൻ പറ്റാതായി. ഒരുപക്ഷെ ഈ പ്രായം ആയതുകൊണ്ടാവും. ഉപ്പ എന്റെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു, മോളെ എന്താ, എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം എനിക്ക് തന്നെ അറിയില്ലായിരുന്നു എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന്. ഇതിനി വേണ്ട എന്ന് വെക്കാൻ ഞാൻ തയ്യാറായില്ല. എന്നെ കൊണ്ട് ഇത് ഒഴിവാക്കാൻ പറ്റില്ല. ഉപ്പയ്ക്കും അത് മനസ്സിലായി. അങ്ങനെ അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് എന്തോ എനിക്ക് ഉറക്കം വന്നില്ല.